ഹായ് എവരിവൺ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടല്ലേ. ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം പരിശ്രമിക്കുകയും ചെയ്യും. ആ ഒരു സമയത്ത് നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു ആകാംക്ഷയാണ് നമ്മളുടെ ഈ ആഗ്രഹം നടക്കുമോ നടക്കൂലേ എന്നുള്ളത്. ശരിയല്ലേ? അപ്പോൾ നമുക്കിതെങ്ങനെ നമ്മളുടെ യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് ചോദിക്കാൻ സാധിക്കും നമ്മളുടെ ഈ ആഗ്രഹം നടക്കുകയോ ഇല്ലേ എന്നുള്ളത്? അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ നടക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ ഇനി നിങ്ങളുടെ ആഗ്രഹം നടക്കില്ല എന്നാണ് ഒരു പക്ഷേ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾക്കായി യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ടെക്നിക്ക് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ ടെക്നിക്ക് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ആരും ശല്യപ്പെടുത്താതെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ടെറസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഗാർഡൻ ഉപയോഗിക്കാം, ഏതെങ്കിലും ഒരു മരത്തിൻ്റെ അടിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർക്കിൽ പോയിരുന്ന് ചെയ്യാം. അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾക്ക് പ്രകൃതിയോട് ഇണങ്ങി ഉള്ളൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ അതിന് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ആരും ശല്യപ്പെടുത്താത്ത ഒരു സ്ഥലമുണ്ടോ ആ സ്ഥലം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിങ്ങൾ ഇരിക്കുക. കംഫർട്ടബിൾ പൊസിഷനിൽ ഇരുന്നതിന് ശേഷം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. കംഫർട്ടബിൾ പൊസിഷനിൽ ഇരുന്നതിന് ശേഷം നിങ്ങൾ രണ്ട് കാര്യങ്ങൾ സൈനായിട്ട് സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഉത്തരം യെസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താണോ നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം ആദ്യം തന്നെ തീരുമാനിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് തരുന്ന ഉത്തരം നോ ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് നിങ്ങൾ കാണണം എന്നുള്ളതും തീരുമാനിക്കുക. ഈ സൈൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും കാണുന്ന കാര്യങ്ങളായിരിക്കരുത് സൈനായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ എപ്പോഴും കാണുന്ന മൃഗങ്ങളോ അല്ലെങ്കിൽ പക്ഷികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രങ്ങളോ കാർട്ടൂൺ കഥാപാത്രങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കരുത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ അപൂർവമായിട്ട് കാണുന്ന കാര്യങ്ങളായിരിക്കണം നിങ്ങൾ സൈനുകളായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ സൈൻ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനും തെറ്റായിട്ടുള്ള റിസൾട്ട് ലഭിക്കാനും കാരണമാവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഈ സൈനുകൾ തിരഞ്ഞെടുത്തതിന് ശേഷം ഇനിയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക. സാവധാനം നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ നോർമൽ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. Take a deep breath in. Breathe out. Take a deep breath in. Breathe out. Take a deep breath in. Breathe out. One more, take a deep breath in. Breathe out. ഇപ്പോൾ നിങ്ങൾ കാം ആൻഡ് റിലാക്സ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയാണോ ആ ശക്തിയോട് പ്രാർത്ഥിക്കാം. യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ശക്തിയാണോ വിശ്വസിക്കുന്നത് ആ ശക്തിയെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ നിന്റെ സംരക്ഷണത്തിലാണെന്നും എപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ടെന്നും എനിക്ക് നന്നായി അറിയാം. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നടന്നതും നടക്കുന്നതും നടക്കാൻ പോകുന്നതുമായ എല്ലാം നിനക്ക് നന്നായി അറിയാം എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പറയുക. എൻ്റെ ഈ ആഗ്രഹം എനിക്ക് നേടാനാവുമോ ഇല്ലയോ എന്നുള്ളത് നിനക്കറിയാം എന്നുള്ളതിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എനിക്ക് നല്ലത് എന്താണോ അത് നീ എൻ്റെ ജീവിതത്തിൽ നേടിത്തരും എന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നീ എൻ്റെ ഈ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഞാൻ പറയുന്ന സൈനുകളിലൂടെ മനസ്സിലാക്കി തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ആഗ്രഹം അത് എന്താണെന്നുള്ളത് നിങ്ങൾ പറയുക.
അത് നടക്കുമെങ്കിൽ നീ എനിക്ക് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഏത് സൈനാണോ പോസിറ്റീവ് റിസൾട്ടിന് ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത് ആ സൈൻ പറയുക. അത് ഏതെങ്കിലും ഒരു രൂപത്തിൽ എൻ്റെ മുന്നിൽ കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ എൻ്റെ ആഗ്രഹം നടക്കില്ല എന്നുണ്ടെങ്കിൽ നീ എനിക്ക് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ നെഗറ്റീവ് റിസൾട്ടിന് ഏത് സൈനാണോ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത് ആ സൈൻ പറയുക. ഏതെങ്കിലും രൂപത്തിൽ എനിക്ക് കാണിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കറക്റ്റും ക്ലിയറും ആയിട്ടുള്ള സൈൻ കാണിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സൈൻ എന്തു തന്നെയായാലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നീ എൻ്റെ കൂടെയുണ്ടെന്നും എനിക്ക് നല്ലതേതാണോ അതാണ് നീ എനിക്ക് പറഞ്ഞു തരുന്നതെന്നും ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എപ്പോഴും എൻ്റെ കൂടെ നിന്ന് സംരക്ഷിക്കുന്നതിന് നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഒരു പുഞ്ചിരിയോടെ കണ്ണുകൾ സാവധാനം തുറക്കുക. അതിനുശേഷം ലെറ്റ് ഇറ്റ് ഗോ ചെയ്ത് മറ്റു കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു മെഡിറ്റേഷൻ ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല അറിയാൻ സാധിക്കുക. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുകയോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത്തരം സന്ദർഭങ്ങളിൽ ഈ ടെക്നിക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ കാര്യം ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ രൂപത്തിലാക്കിയിട്ട് വേണം ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ രൂപത്തിലാക്കിയിട്ടുള്ള ഏതൊരു കാര്യത്തിനും യൂണിവേഴ്സ് നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ ഈ ടെക്നിക്കിലൂടെ ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഈ മെഡിറ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യാൻ സാധ്യതയുള്ള ഒരു തെറ്റിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കും എന്ന് കേൾക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള സൈനുകൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് അന്വേഷിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആഗ്രഹം നടക്കും എന്നുള്ള യെസ് എന്നുള്ള സൈൻ, അതായത് നമ്മൾ എന്തെന്നാണോ യെസ് എന്നുള്ള കാര്യത്തിന് ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന സൈൻ, ആ സൈൻ നമ്മളുടെ മനസ്സ് ബോധപൂർവം അന്വേഷിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചിലപ്പോൾ നമ്മൾ ആ സൈൻ കാണും, പക്ഷെ യൂണിവേഴ്സ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചിലപ്പോൾ മറ്റൊന്നായിരിക്കാം. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മൾ പൂർണ്ണമായും യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് ലെറ്റ് ഇറ്റ് ഗോ ചെയ്ത് സറണ്ടർ ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കുക. ഈ 24 മണിക്കൂറിനുള്ളിൽ അപ്രതീക്ഷിതമായി യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ ആ സൈൻ അവതരിപ്പിക്കുന്നതാണ്. എന്തായാലും ആ സൈൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ക്ഷമയോടുകൂടി വിശ്വാസത്തോടു കൂടി വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾ പോയിട്ട് ഓരോ സൈൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നിൽക്കരുത്. അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതൊന്നും നിങ്ങൾക്കുള്ള സൈനായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നോക്കുക. അതിൻ്റെ റിസൾട്ട് എന്ത് തന്നെയായാലും കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. താങ്ക് യു ഓൾ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.